അങ്ങനെ ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ മത്സരം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 6:30 മത്സരം നടക്കുന്നത്. ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയാണ് അർജന്റീനയുടെ എതിരാളികൾ. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം പരിക്കിൻ്റെ പിടിയിലുണ്ടായിരുന്ന താരങ്ങളെല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട്. നിലവിൽ ടാഗ്ലിയാഫിക്കോ മാത്രമാണ് പരിക്കിൻ്റെ പിടിയിലായി മത്സരം നഷ്ടമാകുന്ന താരം വരുന്ന ദിവസങ്ങളിൽ തന്നെ അർജന്റീനൻ ടീമിനൊപ്പം പരിശീലനം ആരംഭിക്കുമെന്ന് അർജന്റീന തന്നെ അറിയിച്ചതാണ്. അതുകൊണ്ട് ഏകദേശം എല്ലാ താരങ്ങളും സ്കലോണിക്ക് അവൈലബിൾ ആണ്. സ്കലോണി എങ്ങനെയായിരിക്കും അൾജീരിയക്കെതിരെ അർജന്റീനയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിനെ തയ്യാറാക്കുക എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിൽ സ്കലോണി ഇതുവരെ കൃത്യമായി തീരുമാനമെടുത്തിട്ടില്ലെന്ന് സ്കലോണി തന്നെ വ്യക്തമാക്കിയതാണ്. ഒരു താരത്തോടും പ്ലേയിങ് 11 കുറിച്ച് പറഞ്ഞിട്ടുമില്ലെന്ന് സ്കലോണി പറഞ്ഞിരുന്നു. ഏതായാലും ഈ ഒരു മത്സരത്തിൽ അർജന്റീന ഇറങ്ങാൻ ഏറ്റവും സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏകദേശം ഇങ്ങനെ തന്നെയായിരിക്കും അർജന്റീന ഇറങ്ങുക. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസിനെ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് സ്കലോണി തുറന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ എമിലിയാനോ മാർട്ടിനസ് ആയിരിക്കും. അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. റൈറ്റ് ബാക്ക് പൊസിഷനിൽ നൗഹേൽ മൊളീനയെ ആയിരിക്കും സ്കലോണി ഇറക്കുക. ഇനി സ്കലോണിക്ക് ആശങ്കയുള്ളത് സെൻട്രൽ ബാക്ക് പൊസിഷനാണ്. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ക്യൂട്ടി റൊമീറോ ലിസാൻഡ്രോ മാർട്ടിനസ് കോംബോ ഇറക്കണോ, അല്ലെങ്കിൽ റൊമീറോ പരിക്കിൽ നിന്ന് മുക്തനായി ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകിക്കൊണ്ട് ഒട്ടാമെൻഡി ലിസാൻഡ്രോ കോംബോ ഇറക്കണോ എന്ന സംശയമുണ്ട്. നിലവിൽ ലെഫ്റ്റ് ബാക്കിൽ കളിക്കുന്ന ടാഗ്ലിയാഫിക്കോ പരിക്കേറ്റതിനാൽ തന്നെ അവിടെ ഫക്കുണ്ടോ മെദിനയെ കളിപ്പിക്കണോ, അല്ലെങ്കിൽ സെൻട്രൽ ബാക്ക് പൊസിഷൻ കളിക്കുന്ന ലിസാൻഡ്രോ മാർട്ടിനസിനെ കളിപ്പിക്കണോ എന്ന സംശയവും സ്കലോണിക്കുണ്ട്. അർജന്റീനയുടെ റൈറ്റ് ബാക്കായി ലിസാൻഡ്രോ കളിക്കുകയാണെങ്കിൽ സെൻട്രൽ ബാക്ക് ആയിക്കൊണ്ട് ക്രിസ്റ്റ്യാനോ റൊമേറോയും ഒട്ടാമെൻഡിയുമായിരിക്കും. ഇനി ഫക്കുണ്ടോ മെദിനയെയാണ് കളിപ്പിക്കുക എങ്കിൽ സെൻട്രൽ ബാക്കായി ഒട്ടാമെൻഡിയും ലിസാൻഡ്രോയും വരാനാണ് സാധ്യത. മധ്യനിരയിൽ സ്കലോണിക്ക് വലിയ സംശയങ്ങളൊന്നുമില്ല. അവിടെ എൻസോ ഫെർണാണ്ടസും റോഡ്രിഗോ ഡിപോളും അലക്സിസ് മാക്കലിസ്റ്ററും തിയാഗോ അൽമേഡയുമായിരിക്കും അർജന്റീനയുടെ സെൻട്രൽ ഫോറിൽ കളിക്കുക. മുന്നേറ്റ നിരയിൽ സൂപ്പർ താരമായ ലിയോ മെസ്സി ഉണ്ടാകും. മെസ്സിക്കൊപ്പം ഹൂലിയനാണോ ലൗത്തറോ മാർട്ടിനസ് ആണോ എന്ന സംശയമുണ്ട്. ലൗത്തറോ ഇറങ്ങാനാണ് സാധ്യതകൾ കൂടുതലും. ഏതായാലും തൻ്റെ തനത് ശൈലി ഫോർമേഷനായ 4-4-2 തന്നെയായിരിക്കും സ്കലോണി കളത്തിലേക്ക് ഇറങ്ങുക. പുത്തൻ ഫോർമേഷൻ പരീക്ഷിച്ചിട്ടുണ്ടെന്ന വാർത്തകൾ വന്നെങ്കിലും അദ്ദേഹം അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടറിയേണ്ടതാണ്. അർജന്റീന അൾജീരിയ പോരാട്ടത്തിൽ ആര് വിജയിക്കും? സ്കോർ പ്രഡിക്റ്റ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം.